അപ്പോൾ നമ്മളിതേ ബസ്സിന് വന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ബാംഗ്ലൂർ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാൻ 3 വീഡിയോ ഉണ്ട്, ഇത് 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇനി ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെയുള്ള വിശേഷങ്ങളും ലോഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഒരു 1.5 മണിക്കൂർ ഡിലേ ആണ്. നമ്മൾ ബസ്സിലിരിക്കുന്ന ടൈമിൽ നമുക്ക് മെസ്സേജ് വന്നായിരുന്നു. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ടൈമും ഷെഡ്യൂളും നോക്കി. പിന്നെ നമ്മുടെ എയർപോർട്ട്, നമ്മുടെ കൊച്ചി എയർപോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ബോർഡിംഗ് പാസ് എടുക്കുന്നതും ബാഗിൻ്റെ ടാഗ് എടുക്കുന്നതൊക്കെ നമ്മൾ സെൽഫായിട്ടാണ്. അവിടെ നമ്മൾ ഇൻഡിഗോടെ കൗണ്ടറിൽ ചെന്നപ്പോൾ കൗണ്ടറിൽ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നത്. ഇത് ഇവിടെ അങ്ങനെയല്ല. നമുക്കിപ്പോൾ അറിയാത്തതുകൊണ്ട് നമ്മൾ ഹെൽപ്പിന് ഇൻഡിഗോയുടെ സ്റ്റാഫിനെയും കൂടി വിളിച്ചു. പുള്ളിക്കാരൻ അത് എടുത്ത് തന്നു. നമുക്ക് എടുത്തിട്ട് പ്രിൻറ്റ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് പുള്ളീനെ ഹെൽപ്പിനെ വിളിച്ചു. ഇത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോർഡിംഗ് പാസും ടാഗുമായിട്ട് നേരെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ടാഗ് അടിച്ച് അവർ ബാഗ് കയറ്റി വിട്ടുള്ളൂ. മറ്റേത് അങ്ങനെ എല്ലായിടത്തും നമ്മൾ ബോർഡിംഗ് പാസ് എല്ലാം അവിടെ നിന്ന് തന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെയും കുറച്ച് പണി തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇത്രയും സാധനങ്ങളുണ്ട്, ക്യാമറ ഉണ്ട്, അതിൻ്റെ ആക്സസറീസ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ട്രെയിലേക്ക് എല്ലാം കമത്തിയിട്ട് നിരത്തി വെച്ച് അവർക്ക് കയറ്റി വിടണം. വലിയ പണി തന്നെ. അങ്ങനെ അതൊക്കെ തീർത്തു നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞ നേരത്ത് നമ്മുടെ എയർപോർട്ട് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ജസ്റ്റ് ഒരു മാളിലൊന്നൊരു ഫീൽ തന്നെയാണ്. കാരണം ഒത്തിരി ഷോപ്സും കാര്യങ്ങളും ഉണ്ട്. KFC അടക്കം എല്ലാ ഷോപ്പുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാത്തിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ വന്നപ്പോൾ പറഞ്ഞ പോലെ ലോഞ്ചിൽ കയറാം. ഇപ്പോൾ ലോഞ്ചിൽ കയറാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, 2 കാർഡിന് മാത്രമേ നമുക്ക് ആക്സസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് കയറാണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തായാലും കയറണം, നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ കയറണുള്ളൂ. അവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ചിലേക്ക് കയറാം. നല്ല ക്യൂ ഒക്കെ ആയിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ അടുത്ത് കയറി മേളിൽ ചെന്നോളാൻ പറഞ്ഞു. മേളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് 25 രൂപയാണ് നമുക്ക് ആയത്. അൺലിമിറ്റഡ് ഫുഡും കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ പാസ്സെടുത്താകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കോഫി വെൻഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെക്ഷൻ. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കില്ലാണ്ടിരിക്കില്ലല്ലോ. കാരണം 25 രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ആക്സസ് ഉള്ള എല്ലാവരും കയറും. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട്, ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ബൊഫെ കൗണ്ടറിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ജ്യൂസ് കൗണ്ടർ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബൊഫെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൊഫെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൈസ് ഉണ്ട്, ബിരിയാണി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, വടപ്പാവുണ്ട്, സമൂസ ഉണ്ട്. തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെയ്ത ഫ്രൂട്ട്സ് കാര്യങ്ങൾ, ഒരു 3-4 ടൈപ്പ് ഫ്രൂട്ട്സ്, അതിനകത്ത് പപ്പായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്ത് നമ്മുടെ മാംഗോ, ഫ്രൂട്ടിയും അപ്പി ഫിസും അതുപോലത്തെ ഉള്ള കാര്യങ്ങൾ. ഇതൊക്കെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ബിവറേജിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ലിക്കർ മേടിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അതല്ലാതെ നമ്മുടെ 7 അപ്പ്, പെപ്സി അതുപോലുള്ളതൊക്കെ ഫ്രീ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 3 കൗണ്ടറുകളുണ്ട്. നമുക്ക് ലൈവായിട്ട് ദോശ കാര്യങ്ങൾ, പൊറോട്ട അങ്ങനെയുള്ളതൊക്കെ ലൈവായിട്ട് കിട്ടുന്ന 3 കൗണ്ടറുകൾ. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഡെസേർട്ടിൻ്റെ കൗണ്ടറാണ്. ഡെസേർട്ടിൻ്റെ കൗണ്ടറിൽ ഐസ്ക്രീം ഉണ്ട്, ഒരു കേക്ക് പീസ് ഉണ്ട്, പിന്നെ വേറെ എന്തോ ഒരു സംഗതി, അതെനിക്കത് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ എടുത്തു. ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ നല്ലൊരു വ്യൂ ഉള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാം. ഞാനേ ഒറ്റക്കായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബൊഫെ കൗണ്ടറിൽ കിടന്ന് അധികം വരുന്നതൊന്നുമില്ല. നമ്മളൊരു വടാപ്പാവും കറിയും ചിക്കൻ കറിയുടെ ഒരു പീസും സമൂസയും ഒരു ജ്യൂസും മാത്രമേ എടുത്തുള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു പപ്പായയുടെ ഒരു 4 പീസ് പപ്പായ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഡിസൈഡിൻ്റെ സെക്ഷനിൽ പോയി ഒരു ഐസ്ക്രീമും 2 പീസ് കേക്കും മാത്രം എടുത്തു. നിങ്ങളൊരു ടീമൊക്കെ ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാം. 25 രൂപയ്ക്ക് നിങ്ങൾക്ക് നന്നായിട്ട് ബുഫേ കഴിക്കാൻ പറ്റും. നിങ്ങൾ എയർപോർട്ടിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം 20 രൂപ 25 രൂപയ്ക്കൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവരെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ബോർഡിംഗ് അനൗൺസ് ചെയ്തായിരുന്നു. ബോർഡിംഗ് അനൗൺസ് ചെയ്ത് നമ്മൾ നേരെ വന്നിട്ട് എയർ ബ്രിഡ്ജ് വഴിയല്ല, ഗ്രൗണ്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ബസ് ഫില്ലായിരുന്നു. പിന്നെ വേറെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും തൊട്ട് പുറകെ ഒരു ബസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ബസ്സാണെന്ന് കരുതി പുറകത്തട്ട് എല്ലാവരും വിട്ടു. പക്ഷേ ആ ബസ്സല്ല, അപ്പോൾ നിർത്താതെ അങ്ങോട്ട് പോയി. എല്ലാവരും വലിയ കാര്യത്തിൽ അതിൻ്റെ പുറകെ പോയതാണ്. പക്ഷേ ചമ്മിപ്പോയി. അങ്ങനെ പിന്നെ കുറച്ച് നേരത്തെ കാത്തിരിപ്പ് ഇങ്ങനെ നോക്കി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് വന്ന് നമ്മുടെ അകത്ത് കയറി. അപ്പോൾ ക്ലിയർ ആയിട്ടൊരു വിൻഡോടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലിയർ ആയ ഒരു വിൻഡോയുടെ സൈഡിലേക്ക് പോയിട്ട് ഞാൻ സീറ്റ് പിടിച്ചു. സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നേ പോകാൻ പറ്റുള്ളൂ, സീറ്റ് 2 ഉണ്ടായുള്ളൂ. നമ്മളവിടെ നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു, ബസ് എടുത്ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഒത്തിരി ഫ്ലൈറ്റ് കിടപ്പുണ്ട് കേട്ടോ. ഇത് മിക്കതും ഇതുപോലെ തന്നെ ഗ്രൗണ്ട് വഴിയായിരുന്നു. എയർ ബ്രിഡ്ജൊക്കെ വളരെ കുറവാണ്.
അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊക്കെ കുറച്ച് നേരം കണ്ടുനിന്ന് ബസ് എവിടെയും നിർത്തിയില്ല. ഈ എയർപോർട്ടിൻ്റെ ഏറ്റവും എൻഡ് വരെയും പോയി അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വന്നിട്ടാണ് ഫ്ലൈറ്റിനെ അങ്ങോട്ട് നിർത്തിയത്. അതെന്താ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അതൊരു സംഭവം എല്ലാവരും ഇപ്പോൾ നിർത്തുന്നത് വെച്ചിട്ട് ബസ് എവിടെ നിർത്തിയില്ല. ഏറ്റവും എൻഡിങ്ങിൽ പോയി അവിടെ നിന്ന് തിരിച്ചു വീണ്ടും വന്നിട്ട് ഒരു പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് നിർത്തി. ഇത് നമ്മൾ ഈ ഈവനിങ് ടൈം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്രയും പേരിറങ്ങിയോണ്ട് തന്നെ അവിടെ അത്യാവശ്യം ക്യൂ ആണ്. നമ്മൾ ഏറ്റവും ബാക്കിൽ ക്യൂവിൻ്റെ ഏറ്റവും ബാക്കിലായി പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ച് ടിക്ക് ചെയ്തിട്ട് വേണം കയറി പോകാനായിട്ട്. അതിനിടയ്ക്ക് വർഗീസിൻ്റെ ടിക്കറ്റ് എവിടെയോ അവനെടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ കൺഫ്യൂഷൻ കുറച്ച് നേരം ആളവിടെ നിന്ന് ആ ഗ്യാപ്പിൽ എൻ്റെ ടിക്ക് ചെയ്ത് അവരെന്നെ കയറ്റി.